നിങ്ങൾ പുറത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുമെങ്കിലും നിങ്ങളുടെ ഉള്ളിലിരിപ്പ് നിങ്ങളുടെ കേമത്വം കൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, അപ്പം നിങ്ങൾക്ക് ചെറുക്കനെ കിട്ടിയ ഒരു കല്യാണം പെണ്ണിനെ കിട്ടിയ അതൊക്കെ എൻ്റെ കഴിവും എൻ്റെ സർവീസും എൻ്റെ ശമ്പളവും എൻ്റെ സൗന്ദര്യം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഉള്ളിൽ നിങ്ങൾ അങ്ങനെ ധരിക്കും. അതോടുകൂടി ഒരു തീരുമാനം ഉണ്ടാകും. എന്താ കാര്യം? പിന്നെ ഈ പേപ്പർ ഡീഡ്ക്ക് ദൈവം മഷിയിട്ടൊക്കെ കാണത്തില്ല. എന്താ കാര്യം? ദൈവത്തിനറിയാം നീ എന്ത് അഭ്യാസം ദൈവത്തെ വെച്ച് നേടിയാലും കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം നിൻ്റെ ക്രെഡിറ്റിലേക്ക് നീ കൊണ്ടുവരുമെന്ന്. പക്ഷേ ഇത് ഈ ഉടമ്പടിയിൽ ഏറ്റവും വരാൻ പോകുന്നൊരു അപകടമാണത്. നിങ്ങളെ ഒരു വിശ്വാസം നിന്ന് കഴിഞ്ഞാൽ എല്ലാ കാലത്തും ആ വിശ്വാസം കീപ്പ് ചെയ്യണം. അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ പണ്ട് കുറുക്കൻ നീലച്ചായത്ത് വീണ പോലെ മഴ പെയ്ത് കഴിയുമ്പോൾ ഭഗവാൻ ലക്ഷണം മാറി പഴയ കുറുക്കനായി വരും. ആദ്യം കൃഷ്ണനാണെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു, നീലച്ചായത്ത് വീണാണേ. പക്ഷെ പെട്ടെന്ന് മഴ പെയ്യുമെന്ന് ഓർത്തില്ല. അതുപോലെ എന്തെങ്കിലും പ്രയാസം കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മാറി ചിന്തിക്കും, കളം മാറ്റി പിടിക്കും. എന്താണ്? അതെൻ്റെ മാർക്ക് കൊണ്ട് ആണ് ജയിച്ചതെന്ന് പറയും. അതോടുകൂടി പ്രശ്നമായി. എന്താ? അതിനാണ് ഈ അല്പവിശ്വാസം എന്ന് പറയണത്. എന്താ കാര്യം? വിശ്വാസമുണ്ട്, പക്ഷേ ഉള്ളിൽ അടിമനസ്സിൽ ഈ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ പോലെ ഒരു ഡീപ്പ് പേഴ്സണുണ്ട്. നീ പുറമേ ഇങ്ങനെ ദൈവമാണ് പ്രാർത്ഥനയെന്നൊക്കെ പറയുമെങ്കിലും നിൻ്റെ ഉള്ളിൽ നീ ചിന്തിക്കും. എന്താ ചിന്തിക്കണത്? എൻ്റെ മാർക്കും സൂപ്പറായിരുന്നല്ല. അങ്ങനെയുണ്ട് പരിപാടി. എൻ്റെ മാർക്കും സൂപ്പറായിരുന്നല്ല. ഇങ്ങനെ ഒരു സമയത്ത് ചിന്തിച്ചാൽ പിന്നെ ഒരിക്കലും നിനക്ക് അനുദപിക്കാതെ ഇനി ദൈവത്തിലേക്ക് വരാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? നീ ദൈവത്തിന് പിടികൊടുത്തു.